ഗായ്സ് നമുക്കിന്ന് നിധിപ്പെട്ടി കിട്ടിയിട്ടുണ്ട്. ഇതുകൂട്ട് പെട്ടി ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഈ പെട്ടി ഇന്ന് കിടുക്കാച്ചി അടിപൊളി പെട്ടിയാക്കാൻ പോവാണ്. ഗായ്സ് നമ്മുടെ പെട്ടി നമുക്ക് തുറക്കണം. അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി പൊടിയൊക്കെ തട്ടി കളയാം. പ്രായക്കൂടുതൽ കൊണ്ട് നമ്മുടെ പെട്ടി നല്ല തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ, വൃത്തിയാക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കാനുള്ളതാണ്. കണ്ടോ മൊത്തം അഴുക്കാണ്. ഓ പണ്ടത്തെ ലോക്കാണ് ഗൈസ്. ഇതുണ്ടോ? ഇപ്പം നമ്മൾ ഇങ്ങനെയല്ല, ഇത് മുകളിലോട്ട് വെക്കുക. നമ്മുടെ പെട്ടി ഇതേ തുറന്നിട്ടുണ്ട്. ഇനി ഇതുണ്ടോ ആരുടെ ഒരു ഫ്രെയിമുണ്ട്, പിന്നെ ഒരു ഫ്രെയിം ഫോട്ടോക്കെ ഉള്ള ഒരു ചേച്ചിയുടെ ഫ്രെയിം, കുറേ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ചായ കഴിക്കുന്ന സാധനമൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റിയൊരു പാത്രം, ഇതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇതൊക്കെ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം കേട്ടോ. ഇതുണ്ടോ ഗൈസ്, ഒരു അയ്യപ്പൻ്റെ പോസ്റ്ററിലൊരു സ്റ്റിക്കർ മാറ്റി വെക്കാം. ഓ നമ്മുടെ പഴഞ്ചനായി നമ്മുടെ ബാഗിന് നമ്മളിങ്ങനെ മാറ്റി വെക്കുക. സിബില്ല ഗൈസ്, സിബി പോലൊരു ബാഗാണ് ഗൈസ്, നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഓ നമ്മുടെ മഹാദേവൻ്റെ ഒരു 3D പോസ്റ്റർ വന്നിട്ടുണ്ട്. കാണിച്ചുതരാം. ഞാൻ വിളിച്ചാൽ പിന്നെ ഇങ്ങനെ വിളിച്ചാൽ വേറെ ഒന്നും ഉണ്ടോ, നല്ല വെളിച്ചമൊക്കെ വരുന്നു. മഹാദേവൻ ഉണ്ടോ, വിളി മഹാദേവൻ. ആരുടെ ഫോട്ടോ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല. ഗായ്സ് ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മുടെ മുത്തശ്ശി നടുക്കിരിക്കുന്ന നമ്മുടെ മുത്തശ്ശി, ഇതെൻ്റെ മദർ, നമ്മുടെ സിന്ധു അമ്മ, സിന്ധൂസ് കിച്ചൺ നിൽക്കുന്നുണ്ടോ, വേറെ അനിയൻ, അങ്ങനെ ആരോ എന്തോ. നമുക്ക് മാറ്റി വെക്കാം. ഇതെന്ത് പട്ടം പറപ്പിക്കാൻ എന്താ ഒരു സൈസ് കയറൊക്കെ ഉണ്ട് ഗൈസ്, നമുക്കൊന്നും ഗുണമില്ല. എന്താ കവറ് മാറ്റി വെക്കാം. ഇതെന്തോ കറുത്ത പടുത്, ഇതൊക്കെ പിന്നെ നോക്കാം. കേട്ടോ 19th പ്രശസ്തമായ ഒരു ബാഗൊക്കെ ഉണ്ട് നമ്മുടെ റിങ്ക് പെട്ടിക്കകത്ത്. അയ്യോ ഞാൻ പേര് പറഞ്ഞു പോയേ, അല്ല ഓരോ നാട്ടിലെ പേര് പറഞ്ഞാൽ മതി. പ്രശസ്തമായ ഒരു ആങ്കർ പെട്ടി ആങ്കർ. പിന്നെ ഇതിൽ കുറച്ച് വയറുണ്ട്. ആരോ ഇവിടെ നേരത്തെ വയർ പണിക്കൊക്കെ പ്ലംബിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആക്രി ഗുണമില്ല. ഇതൊരു ഈ കോളാമ്പി അങ്ങനത്തെ പേരാണ് ഇനി പറയുന്നത്. ബൾബിൻ്റെ ഒത്തിരി വെട്ടം വേസ്റ്റ് ആയിരിക്കാനുള്ളതാണ്. നമുക്കിതിങ്ങനെ ഒരു ഫ്ലവർ ആക്കത്തില്ലേ, പിന്നെ മണ്ട ഒട്ടിക്ക് നോക്കാം. നമ്മുടെ ഒരു പേസ് കിട്ടിയിട്ടുണ്ട്. എന്താന്ന് നോക്കാം. പൈസ ആയിരിക്കണേ ഗായ്സ്. ഇത് പണ്ടാരോ ശബരിമലയ്ക്ക് പോയി മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗായ്സ്. ഒരു അയ്യപ്പൻ്റെ ലോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉപകാരപ്പെടും. ഇവിടെ വെക്കാം. പിന്നെ 5 ബിറ്റ് പീസൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. 5 ബിറ്റ് ഗായ്സ്. ഇതെന്ത് ഗായ്സ്, ഒരു അരം കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അരം ഞാൻ പണ്ടിരിക്കുന്ന ഒരു അരം അടിച്ച് മാറ്റി. ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ആവശ്യമായിട്ട് കുറേ കവറ് ഉണ്ട്. അഡാപ്റ്റ് RU റേഷൻ കാർഡ് കുക്കറിൻ്റെ മാനുവൽ ഗൈസ്. അടുത്ത കവർ. ശരി, ഇവിടെ കവർ വെച്ചാൽ ഇപ്പോൾ മനസ്സിലാക്കി. ഇത് ഷട്ടിൽ ബാറ്റിൻ്റെ ഒക്കെ. എനിക്ക് ഷട്ടിൽ ബാറ്റ് മേടിച്ചു തന്നില്ല ഗൈസ്. ഇന്നത് വേറെ ആർക്കും മേടിച്ച കവറൊക്കെ ഇരിക്കുന്നു ഗൈസ്. ഇത് വർഷമായി ഗൈസ്. തമിഴാണ് ഗൈസ്, അറിയാവുന്നതിൽ വായിക്കുക. നമുക്കിതൊന്നും അറിയില്ല. പേപ്പർ ഇതേ കുറേ ആക്രിക്കുന്നു. എനിക്കിത് മുഴുവൻ മാറ്റണം. നിന്ന് മീഞ്ചുണ്ട്. പെയിൻ്റ് അടിച്ചിട്ട് കെട്ടി നോക്കിയതാണ്. അപ്പോൾ എളുപ്പം പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മുഴുവൻ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഡ്രിങ്ക് പെട്ടി എത്ര പേരുടെ വീട്ടിലുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പേര് പറയുന്നതെന്നും പറയണം. ഇതുണ്ട്, നല്ല പാട്ട വെച്ചാണ് ഈ പെട്ടി ഉണ്ടാക്കുന്നത്. പാട്ട കൊണ്ടുള്ള പെട്ടിയാണ്. നല്ല ഗ്രേ കളറാണ് നമ്മൾ അടിച്ചത്. അപ്പോൾ എത്ര പേർക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടെന്നും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.